പെരുന്നാളിന്റെ സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. എന്തിനു വെറുതെ ചിരിച്ചേ? യോ പറ. പ്ലീസ് പേടിയാണോ? ഹൻസൊന്ന് ഇരിക്കോ പ്ലീസ്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ പെരുന്നാളിൻ്റെ ഒരുക്കമായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്നേക്കണത്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇരിങ്ങാലക്കുട MCP സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ വന്നേക്കണത്. നമ്മുടെ ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെയൊക്കെ ബില്ലടിക്കാൻ പോവുകയാണ്. വാങ്ങിയ സാധനങ്ങളുടെയൊക്കെ ബില്ലടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സാധനങ്ങളും ഓട്ടോൻ്റെ ബാക്കിൽ എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ഇറച്ചിയും പിന്നെ അതുപോലെ ഈർക്കിലിച്ചൂലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണത് ഇരിങ്ങാലക്കുട ചന്തയ്ക്കാണ്. ഇതാണ് നമ്മുടെ ഇരിങ്ങാലക്കുട ചന്ത. അപ്പോൾ പോർക്കിറച്ചി വാങ്ങാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും പുറത്തിറങ്ങിയില്ല. അപ്പോൾ മമ്മി ഈർക്കിലിച്ചൂല് വാങ്ങാൻ നിൽക്കുകയാണ് കടയിൽ. ഞങ്ങളപ്പോൾ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇരുന്നപ്പോൾ ഞാനും ആൻറ്റിയും ഒരുപോലത്തെ ഷൂ ആണ് ഇട്ടേക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചു. ഞങ്ങളിത് മാക്സിയിൽ നിന്നാണ് ഈ ഷൂ വാങ്ങിയത്. അങ്ങനെ നമ്മൾ ഈർക്കിലിച്ചൂലൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിങ്ങാലക്കുട റിലീഫ് എന്ന കടയ്ക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങി. ഈ ഫ്രൂട്ട്സ് കടയുടെ പേര് നാഷണൽ ഫ്രൂട്ട്സ് എന്നാണ്. ഈ ഫ്രൂട്ട്സ് കടയുടെ കറക്റ്റ് സ്പോട്ട് നമ്മുടെ കാട്ടുങ്ങച്ചിറയാണ്. നമുക്ക് ഇരിങ്ങാലക്കുടക്കാർക്ക് മിക്ക പേർക്ക് അറിയാം നമ്മുടെ ലിസി കോളേജ്. അപ്പോൾ ലിസി കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഫ്രൂട്ട്സ് കട ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ട്. ഓറഞ്ച്, തണ്ണിമത്തൻ, ഡ്രാഗൺ ഫ്രൂട്ട്, സ്ട്രോബെറി, പിന്നെ അതുപോലെ തന്നെ കിവി, സീതപ്പഴം, അങ്ങനെ പൈനാപ്പിള്, അങ്ങനെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അവർ ജ്യൂസ് അടിച്ച് തരും. നമ്മളപ്പോൾ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു, അതുപോലെ നല്ല ചൂടും. നമ്മളങ്ങനെ ഈ ഫ്രൂട്ട്സ് കടയിൽ കയറിയപ്പോൾ നമ്മളെല്ലാവരും ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. ഓറഞ്ച് ജ്യൂസ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയും ഫ്രൂട്ട്സാണ് നമ്മൾ വാങ്ങിയത്. നമ്മളിപ്പോൾ ഏത് ജ്യൂസ് ആവശ്യപ്പെടുകയാണെങ്കിലും നമുക്കത് ഓൺ ദി സ്പോട്ട് തന്നെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ജ്യൂസ് അടിച്ച് തരും. ഓറഞ്ച് ജ്യൂസിൽ അത്യാവശ്യം നല്ല തണവുണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന ദാഹമൊക്കെ ഒന്ന് മാറി കിട്ടി. അങ്ങനെ അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ കയറിയപ്പോൾ പേരയ്ക്ക വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ വന്നോളം നമ്മൾ പേരയ്ക്ക മുറിച്ച് അത് കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഹൻസിനും സ്ട്രോബെറി കിട്ടിയതിൻ്റെ സന്തോഷത്തില്ല. അപ്പോൾ അവനും സ്ട്രോബെറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. ഹൻസൽ സ്ട്രോബെറി കഴിച്ചതിൻ്റെ ഭംഗിയാണ് അവൻ്റെ ബനിയനുമൊക്കെ കാണണം. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ.